നമസ്കാരം. ഭരണഘടന ഉയർത്തിക്കാട്ടാനല്ലാതെ രാഹുലിന് അതെന്താണെന്ന് കൃത്യമായി ഇപ്പോഴും അറിയില്ല. ഭരണഘടനയിൽ എന്താണ് എഴുതിയേക്കുന്നതെന്ന് പോലും അറിയില്ല അദ്ദേഹത്തിന്. ലോക്സഭയിൽ വായിൽ തോന്നിയ വിടുവായുത്തരമൊക്കെ പറഞ്ഞ് ഒടുവിൽ നിർമ്മലാ സീതാരാമന്റെ തലയിൽ കയറിയപ്പോൾ അവർ തിരിച്ച് നല്ല പണി കൊടുത്തു. അവസാനം സ്പീക്കറുടെ തലയിലായി. പ്രതിപക്ഷ നേതാവ് എന്നത് ഒരു വലിയ പദവിയാണെന്ന് രാഹുൽ ഗാന്ധിക്ക് ആരെങ്കിലും ഒന്ന് ഓർമ്മിപ്പിച്ചു കൊടുക്കേണ്ട സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. ഇപ്പോഴും കോൺഗ്രസ് പാർട്ടി അധ്യക്ഷനായാണ് രാഹുൽ ഗാന്ധി സംസാരിക്കുന്നത്. സഭയിൽ പാലിക്കേണ്ട മാന്യതകൾ മറന്ന് സ്പീക്കർക്ക് നേരെ വരെ കൈ ഉയർത്തുന്ന രാഹുൽ ഗാന്ധിയെ സഭയിലുള്ളവർ ഒന്നടങ്കം പൊങ്കാലയിടുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം കണ്ടത്. പ്രിസൈഡിംഗ് ഓഫീസറെ ചോദ്യം ചെയ്തതിൽ വിമർശനം നടത്തി കേന്ദ്രമന്ത്രിമാരായ അശ്വിനി വൈഷ്ണവും കിരൺ റിജിജുവും രംഗത്ത് വന്നു. പാർലമെന്ററിയിൽ പങ്കെടുക്കുമ്പോൾ ഭരണഘടനാപരമായ മാനദണ്ഡങ്ങൾ പാലിക്കാൻ രാഹുൽ ഗാന്ധിക്ക് ഉദ്ദേശ്യമില്ലായിരുന്നു എന്നാണ് മന്ത്രിമാരൊക്കെയും കുറ്റപ്പെടുത്തുന്നത്. കേന്ദ്ര ബജറ്റിനെ കുറിച്ചുള്ള ചർച്ചയ്ക്കിടെ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുടെ അധികാരത്തെ ചോദ്യം ചെയ്തതിന് രണ്ട് മന്ത്രിമാരും ഗാന്ധിയെ വിമർശിച്ചു. പ്രതിപക്ഷ നേതാവ് സ്പീക്കറെ ആക്രമിക്കുകയും സഭയുടെ ചട്ടങ്ങളും നടപടിക്രമങ്ങളും അവഗണിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്തത് ഈ രീതിയെ താൻ അപലപിക്കുകയാണെന്ന് പാർലമെന്ററി കാര്യമന്ത്രി റിജിജു പറഞ്ഞു. രാഹുലിന്റെ പെരുമാറ്റത്തിന് ചരിത്രമുണ്ടെന്ന് വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവും പറയുന്നു. രാഹുൽ ഗാന്ധി ഒരിക്കൽ സ്വന്തം പാർട്ടിയുടെ സർക്കാർ പുറപ്പെടുവിച്ച ഒരു ഓർഡിനൻസ് കീറിക്കളഞ്ഞിരുന്നു. ഭരണഘടനാ മാനദണ്ഡങ്ങൾ പാലിക്കാൻ അദ്ദേഹത്തിന് ഉദ്ദേശമുണ്ടെന്ന് താൻ കരുതുന്നില്ല എന്നും അശ്വിനി വൈഷ്ണവ് തുറന്നടിച്ചു. ഭരണഘടനാ പദവി വഹിച്ചിട്ടും സഭയിൽ രാഹുലിന്റെ പെരുമാറ്റം ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തിയത് നിർഭാഗ്യകരമാണെന്നുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് പദവി വലിയ ഉത്തരവാദിത്തമാണെന്നും എന്നാൽ സ്പീക്കറെ ലക്ഷ്യമിട്ട് സഭയിൽ രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശം ദൗർഭാഗ്യകരമാണെന്നും റിജിജു പറഞ്ഞു. നിങ്ങൾ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മുകളിലല്ല, ദയവായി നിയമങ്ങൾ വായിക്കുക. സഭാ നിയമങ്ങൾക്ക് അനുസൃതമായി പ്രവർത്തിക്കുകയാണ് രാഹുൽ ഗാന്ധി. സ്പീക്കർ സഭയുടെ സംരക്ഷകനാണ്. രാഹുൽ ഗാന്ധി സ്പീക്കറെ ആക്രമിക്കാൻ തുടങ്ങിയിരിക്കുകയാണിപ്പോൾ. ചർച്ച ചെയ്യുന്ന കേന്ദ്ര ബഡ്ജറ്റ് ഒഴികെയുള്ള മറ്റെല്ലാ കാര്യങ്ങളെക്കുറിച്ചുമാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചട്ടങ്ങൾക്കനുസൃതമായി സംസാരിക്കാൻ കോൺഗ്രസ് നേതാവിനെ കസേരയിൽ നിന്ന് വീണ്ടും ഓർമ്മിപ്പിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറയുകയാണ്. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് അല്ലാതിരുന്നപ്പോൾ അത് മറ്റൊരു കാര്യമായിരുന്നു. എന്നാൽ ഇപ്പോൾ അദ്ദേഹം നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ആരും നിയമസഭയ്ക്കോ ഭരണഘടനയ്ക്കോ അതീതരല്ല എന്നും ഇപ്പോൾ മന്ത്രിമാരടക്കം രാഹുൽ ഗാന്ധിക്കെതിരെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നു. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിനിടെ 21ാം നൂറ്റാണ്ടിലെ പത്മവ്യൂഹത്തിന് പിന്നിൽ 6 പേരാണെന്ന് പറഞ്ഞപ്പോഴായിരുന്നു സ്പീക്കറുടെ ആദ്യ ഇടപെടൽ ഉണ്ടായത്. സഭയിൽ ഇല്ലാത്തവരുടെ പേരുകൾ പറയാൻ പാടില്ലെന്ന് സ്പീക്കർ ഓം ബിർള എടുത്തു പറഞ്ഞു. പിന്നീട് പലപ്പോഴും ഇവരുടെ പേരുകൾ തന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ടേയിരുന്നു. സ്പീക്കർ ആ സമയത്താണ് ഇടപെട്ടത്. തന്റെ വാദങ്ങൾ ഉന്നയിക്കാൻ ഇവരുടെ പേരുകൾ പറയേണ്ടതുണ്ടെന്നും അത് എങ്ങനെ പറയണമെന്ന് സ്പീക്കർ പറഞ്ഞു തന്നാൽ നന്നായിരിക്കുമെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഹൽവ തയ്യാറാക്കാൻ ചടങ്ങിന്റെ ചിത്രം കാട്ടിയപ്പോഴും സ്പീക്കർ വിലക്കി. താൻ ചിത്രം ഉയർത്തുമ്പോഴെല്ലാം ക്യാമറ തന്നിൽ നിന്ന് തിരിക്കുകയാണെന്നായിരുന്നു രാഹുലിന്റെ മറുപടി. കർഷകർ തന്നെ കാണാനെത്തിയപ്പോൾ അവർക്ക് കടുത്ത നിയന്ത്രണം നേരിടേണ്ടി വന്നുവെന്ന് പറഞ്ഞപ്പോൾ അസത്യമല്ലാത്ത കാര്യങ്ങൾ പറയരുതെന്നും സ്പീക്കർ പറഞ്ഞു. എന്നാൽ രാഹുൽ അനുഭവം വിവരിച്ചു. താങ്കൾ പ്രതിപക്ഷ നേതാവാണെന്നും ഉചിതമായി പെരുമാറണമെന്നും പലതവണ ഓം ബിർള രാഹുൽ ഗാന്ധിയെ ഓർമ്മിപ്പിച്ചു. എന്നാൽ ഇതൊന്നും കേൾക്കാനോ ഭരണഘടന അനുസരിക്കാനോ രാഹുൽ ഗാന്ധി തയ്യാറായില്ല എന്നുള്ളതായിരുന്നു സഭയിലെ ഏറ്റവും വലിയ നിർണായകമായ കാര്യം. ഒടുവിലാണ് സഭയിൽ ഉണ്ടായിരുന്നവരെല്ലാവരും കൂടി രാഹുൽ ഗാന്ധിയെ എടുത്തലക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത്.